പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് പൂങ്കാവ് സെയിന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം. 3 മൃതദേഹങ്ങളും വീട്ടിലെത്തിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവിന്റെ വിശദാംശങ്ങളുമായി. ശ്രീരാജ്, എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? നാട്ടുകാരെയും ഒരുപോലെ പിടിച്ചുലച്ച ഒരു അപകടം. അതിൽ 4 പേരുടെ ജീവൻ നഷ്ടമാകുന്നു. ആ 4 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. നിലവിൽ അനുവിന്റെ വീട്ടിൽ അനുവിന്റെയും നിഖിലിന്റെയും അതുപോലെ അനുവിന്റെ പിതാവ് ബിജു പി ജോർജിന്റെയും മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ അനുവിന്റെയും നിഖിലിന്റെയും മൃതദേഹം നിഖിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി നിഖിലിന്റെ വീട്ടിലാകും നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായിയുടെയും അതുപോലെ തന്നെ അനുവിന്റെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കുക. അവിടെയും അല്പസമയം പൊതുദർശനം നടത്തിയ ശേഷം പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് പള്ളിയിലായിരിക്കും പൊതുദർശന ചടങ്ങുകൾക്കുള്ള സൗകര്യം ഒരുക്കുക. അത് കുടുംബം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഒരുപാട് സമയം വീട്ടിൽ പൊതുദർശന സൗകര്യം ഉണ്ടാകില്ല എന്നും അതുപോലെ പള്ളിയിലാകും കൂടുതൽ സമയം പൊതുദർശനം നടത്തുക എന്നും കുടുംബം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതനുസരിച്ച് ഇപ്പോൾ നിലവിൽ അനുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ നിഖിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ച് 12:30 സംസ്കാരം നടക്കും. നിലവിൽ അനുവിന്റെ വീട്ടിൽ നിരവധി ആളുകൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ നിഖിലിന്റെ കൂടെ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളുകൾ, അതുപോലെ നാട്ടുകാരെല്ലാം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിനെയാകെ വൈകാരികമായി പിടിച്ചുലച്ച, നാടിനെയാകെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു അപകടം, അപ്രതീക്ഷിതമായി എത്തിയ 4 പേരുടെയും മരണം, ഒരു കുടുംബത്തിലെ തന്നെ 4 പേരുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ഒരു അപകടം. ഈ വീട്ടിലിനി അവശേഷിക്കുന്നത് അമ്മയും അനുവിന്റെ സഹോദരനും മാത്രമാണ്. നിഖിലിന്റെ വീട്ടിലും സമാന സാഹചര്യം. അമ്മയും നിഖിലിന്റെ സഹോദരിയും മാത്രം അവശേഷിക്കുന്നു. മറ്റ് ക്രിസ്മസ് സന്തോഷങ്ങൾക്കിടയിൽ വന്നു കയറിയ അപ്രതീക്ഷിതമായ ഒരു മരണമാണ് ഈ 4 പേരുടെയും കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കുമെല്ലാം വൈകാരികമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു ബിജു പി ജോർജിന്റെയും അതുപോലെ തന്നെ നിഖിലിന്റെയും കുടുംബം. അതുകൊണ്ട് തന്നെ വൈകാരികമായി രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഈ കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്, ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്, ഈ വീട്ടുകാരുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നുണ്ട്. നമുക്കറിയാം, ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം അനുവിന്റെ ജന്മദിനമായിരുന്നു. ആ ജന്മദിനത്തിന് വേണ്ടിയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും കരുതിയിരുന്ന ഒരു കുടുംബം. അങ്ങനെയുള്ള ആഘോഷ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരു വീട്, ആ വീട്ടിലേക്കാണ് ഇപ്പോൾ ചേതനയേറ്റ 3 മൃതദേഹങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. ആ മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിരവധി ആളുകൾ, പ്രദേശവാസികളടക്കം നിരവധി ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിലവിൽ പൊതുദർശന ചടങ്ങുകൾ അനുവിന്റെയും നിഖിലിന്റെയും പൊതുദർശന ചടങ്ങുകൾ അനുവിന്റെ വീട്ടിൽ അവസാനിപ്പിച്ച ശേഷം നിലവിൽ നിഖിലിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ പൊതുദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ അനുവിന്റെ വീട്ടിലെ സാഹചര്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിഖിലിന്റെ വീട്ടിലും പ്രദേശവാസികളും നാട്ടുകാരുമായിട്ടെല്ലാം തന്നെ വലിയ വൈകാരിക ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കുടുംബം. ഈപ്പൻ മത്തായി എല്ലാ കാര്യങ്ങളിലും പ്രദേശവാസികളോടൊപ്പം ചേർന്ന് നിന്ന് അവരോടൊപ്പം സഹകരിച്ചു പോയിരുന്ന ഒരു വ്യക്തി. അപ്പോൾ വൈകാരികമായി ആളുകൾക്കും അത്രത്തോളം അടുപ്പമുണ്ടായിരുന്ന കുടുംബത്തിലെ 4 പേരെയാണ് നഷ്ടമായിട്ടുള്ളത്. അതിനെ തുടർന്ന് നിരവധി ആളുകൾ ഈ വീടുകളിലേക്ക് തടിച്ചുകൂടാൻ ഉള്ള എല്ലാ സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് വീട്ടിൽ അധിക സമയം പൊതുദർശനം നടത്തുന്നില്ല എന്ന് കുടുംബം തീരുമാനിച്ചത്. പള്ളിയിൽ അതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അത്രത്തോളം ആളുകൾ എത്താനുള്ള സാധ്യത, നിരവധി ആളുകൾ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യത, വീട്ടിൽ അത്രയും സമയം അത്രയും ആളുകൾക്കുള്ള പൊതുദർശന സൗകര്യം ഒരുക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം കാരണമാണ്
പള്ളിയിൽ കൂടുതൽ സമയം പൊതുദർശനം നടത്താമെന്ന തീരുമാനത്തിലേക്ക് കുടുംബവും ബന്ധുക്കളും എത്തിച്ചേർന്നത്. അതിനെ തുടർന്ന് ഇന്ന് പള്ളിയിലേക്ക് അല്പസമയത്തിന് ശേഷം 4 പേരുടെ മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ശേഷം അവിടെയായിരിക്കും പൊതുദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പൊതുദർശന ചടങ്ങുകൾ അവിടെയായിരിക്കും ഒരുക്കിയിട്ടുള്ളത്. ശേഷം പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ 12:30 സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കും. എന്തായാലും നാടിനെ ഉലച്ചു കളഞ്ഞ ഒരു അപകടത്തെ തുടർന്ന് 4 പേരുടെ ജീവൻ നഷ്ടമാകുന്നു. 4 പേരും ഈ പ്രദേശവാസികൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഏറെ പ്രിയങ്കരായിരുന്ന 4 പേർ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരുന്ന ഒരു കുടുംബം. അങ്ങനെ നോക്കുമ്പോൾ ഏത് തരത്തിലും വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ഈ പ്രദേശം, ഈ നാട് കടന്നു പോകുന്നത്. നാട്ടുകാരെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 3 പേര് മൃതദേഹങ്ങൾ അവസാന നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെയാണ് പൊതുദർശനം പള്ളിയിൽ ആക്കാമെന്ന തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയത്. പള്ളിയിൽ 12 മണി വരെ പൊതുദർശനം ഉണ്ടാകും. ശേഷം 12:30 സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. ആതിര. ശരി, എന്തായാലും വീടുകളിലെ പൊതുദർശനമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം പള്ളിയിലെ പൊതുദർശനത്തിനും ശേഷം 12:30 മൃതദേഹങ്ങൾ സംസ്കരിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്.